ഇത്രയും കാലം കരഞ്ഞും കൂക്കിയും വിളിച്ചത് അയ്യോ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പെട്ടു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വേറൊരു കഥ പറഞ്ഞു തരാം. ജിഹാദി സമ്മർദ്ദത്താൽ പൂഴ്ത്തിവെക്കേണ്ടി വന്ന 2009 KCBCയുടെ ഒരു ലേഖനത്തിന്റെ കഥ. ആദ്യം 2006-2009 കാലഘട്ടങ്ങളിൽ ലവ് ജിഹാദിൽപ്പെട്ട കത്തോലിക്ക പെൺകുട്ടികളുടെ ജില്ല തിരിച്ചുള്ള കണക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 216, കേസ് രജിസ്റ്റർ ചെയ്തത് 26, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 6. കൊല്ലം ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 98, കേസ് രജിസ്റ്റർ ചെയ്തത് 34, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 7. ആലപ്പുഴ ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 78, കേസ് രജിസ്റ്റർ ചെയ്തത് 22, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 5. പത്തനംതിട്ട ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 87, കേസ് രജിസ്റ്റർ ചെയ്തത് 36, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 11. കോട്ടയം ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 176, കേസുകൾ രജിസ്റ്റർ ചെയ്തത് 46, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 13. ഇടുക്കി ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 156, കേസ് രജിസ്റ്റർ ചെയ്തത് 18, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 9. എറണാകുളം ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 228, കേസ് രജിസ്റ്റർ ചെയ്തത് 52, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 26. തൃശൂർ ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 102, കേസ് രജിസ്റ്റർ ചെയ്തത് 41, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 19. മലപ്പുറം ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 412, കേസ് രജിസ്റ്റർ ചെയ്തത് 88, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 31. പാലക്കാട് ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 111, കേസ് രജിസ്റ്റർ ചെയ്തത് 19, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 9. കോഴിക്കോട് ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 364, കേസ് രജിസ്റ്റർ ചെയ്തത് 92, രക്ഷപ്പെട്ട പെൺകുട്ടികൾ 29. കണ്ണൂർ ജില്ല ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികൾ 312, കേസ് രജിസ്റ്റർ ചെയ്തത് 106, രക്ഷപ്പെട്ടത് 27. കാസർഗോഡ് ജില്ലയിൽ 586 കുട്ടികൾ ലവ് ജിഹാദിൽ അകപ്പെടുകയും 123 കേസ് രജിസ്റ്റർ ചെയ്യുകയും 68 പെൺകുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്തു. ഈ പറഞ്ഞ കണക്കുകൾ BJPയുടെയോ RSSന്റെയോ ഏതെങ്കിലും കടലാസ് സംഘടനകളുടെയോ അല്ല. 2009 KCBC ജാഗ്രതാ കമ്മീഷൻ ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലെയും പരിശോധന നടത്തി തയ്യാറാക്കിയ കണക്കാണ്. അന്ന് ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാൻ മോറോൺ മോർ ബസേലിയസ്, ക്ലിമിസ് ബാവയും മാർ ജോസഫ് കല്ലങ്കാട്ട് പിതാവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ലേഖനം ലഘുലേഖകളാക്കി ഇറക്കി. വിതരണം തുടങ്ങിയപ്പോൾ തന്നെ സഭയിലെ ജിഹാദി ഏജന്റുമാരായ വൈദിക വേഷധാരികൾ മുസ്ലിങ്ങളെ വിവരം ധരിപ്പിക്കുകയും മുസ്ലിങ്ങൾ ഉടൻ തന്നെ കത്തോലിക്ക നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തു. ഈ ലേഖനം പിൻവലിക്കുവാൻ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചു. തൽഫലമായി ഈ ലേഖനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, ഈ ലേഖനം ചവറ്റുകുട്ടയിലേക്ക് അറിയപ്പെട്ടു. ഇതിന് നേതൃത്വം വഹിച്ച വൈദികരെയും ബിഷപ്പുമാരെയും ഒതുക്കുന്നതിലും നാടുകടത്തുന്നതിലും സഭയ്ക്കുള്ളിലെ ഇസ്ലാമിക ലോബി വിജയിച്ചു. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പിന്തുടർച്ചയും ഉണ്ടായില്ല. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയ വൈദികനെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും റോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരുപക്ഷെ ഈ ലഘുലേഖ അന്ന് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും വിതരണം ചെയ്തിരുന്നെങ്കിൽ അനേകം കുടുംബങ്ങൾ ലവ് ജിഹാദിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടേനെ. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേവലം കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നും മാത്രം ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ കണക്ക് മാത്രമാണ്. മറ്റു സഭകളിൽ നിന്നും ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ കൂടെ ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ എണ്ണം ഇവിടെ എങ്ങും നിൽക്കില്ല. ഇതുകൂടാതെ ഹിന്ദു പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ലവ് ജിഹാദ് വേറെയാണ് കണക്കുകൾ. ഞങ്ങളിപ്പോൾ ഇവിടെ പറയുന്നില്ല. മറ്റൊരവസരത്തിൽ വിശദമായി തന്നെ ആ കണക്കുകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. ഇത് 2006-നും 2009-നും ഇടയിൽ ലവ് ജിഹാദിൽ അകപ്പെട്ട കത്തോലിക്ക പെൺകുട്ടികളുടെ കണക്കാണ്. അതിനുശേഷമാണ് ലവ് ജിഹാദ് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നത്. അതിനാൽ 2009 മുതൽ 2014 വരെയുള്ള 5 വർഷത്തെ കണക്ക് ഇതിന്റെ അനേകം മടങ്ങ് അധികമായിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ അത് ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ സുവിശേഷ വേല.